ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കെ മേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ജിപ്സം ഫ്ലവർ ആണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വേണം കേട്ടോ നമുക്ക് ബൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ബാംബൂ സ്റ്റിക്ക് വേണം. അപ്പോൾ ഈ ബാംബൂ സ്റ്റിക്ക് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഫ്ലവർ ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലായിട്ട് കുടുക്കി കൊടുക്കുക, എന്നിട്ട് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഫ്ലവറും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണല്ലോ യൂസ് ചെയ്തത്, റോസൊക്കെ. അതിന് പകരം ഫ്രഷ് ഫ്ലവർ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന ജിപ്സം ഫ്ലവർ എന്തായാലും നമ്മൾ ഫ്രഷ് ഫ്ലവർ മാത്രമാണ് കേട്ടോ എടുക്കുക. അത് ഡ്രൈ ഫ്ലവർ ഒന്നും എടുക്കരുത് കേട്ടോ. ഡ്രൈ ഉള്ളത് എടുത്താലും നമുക്ക് നമ്മുടെ അത്ര ഭംഗി കിട്ടൂല നമ്മുടെ ബൊക്കെ കാണാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ഫ്ലവർ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൽ ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡിഫറെൻറ്റ് കളറിലാണ് ചെയ്തെടുക്കുന്നത്. കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് അവർ പറയുന്ന രീതിയിലാണ് കേട്ടോ. അവരുടെ ലെഹങ്ക അല്ലെങ്കിൽ ബ്രൈഡൽ ഡ്രസ്സിന് കോമ്പിനേഷൻ വരുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ നമ്മൾ ബൊക്കെ ചെയ്തെടുക്കാറ്, ബ്രൈഡൽ ബൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചുള്ള കളർ തീമൊക്കെ ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് ബൊക്കറ്റ് ഹോൾഡർ ഉണ്ട്. അതാണ് ഈ സംഭവം കേട്ടോ. നമുക്ക് ഇത് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും നമുക്ക് മേടിക്കാൻ കിട്ടും. നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഷോപ്പിലൊക്കെ ഈസിലി അവൈലബിൾ ആയിരിക്കും കേട്ടോ. അത് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ ഒന്നും കൂടെ നല്ല സ്പോഞ്ച് അല്ലേ, അതിൻ്റെ ഉള്ളിലുള്ള ഈ സ്പോഞ്ച് ഒന്ന് നല്ല പെട്ടെന്ന് ഇതിലിങ്ങനെ കുത്തി വെക്കാൻ കഴിയും നമുക്ക്. മറ്റേ ഡ്രൈ ആയി നിൽക്കുന്നതിനേക്കാളും വെറ്റായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഓരോ സൈഡിലും വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ജിപ്സം ഫ്ലവറും വെക്കാനുള്ള ഒരു ഗ്യാപ്പും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായിട്ട് അതിനിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫ്ലവർ മൊത്തം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബേബി ബ്രീത്ത് ഉണ്ടല്ലോ, അതായത് ജിപ്സം ഫ്ലവർ, അതും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഗ്യാപ്പ് വിട്ടുണ്ടല്ലോ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് വെക്കാനുള്ള ഗ്യാപ്പിലോട്ട് നമുക്ക് ഓരോ ബഞ്ചാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കണം. ജിപ്സം ഫ്ലവർ നമ്മുടെ ബ്രൈഡൽ ബൊക്കയിൽ ആഡ് ചെയ്യുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് നല്ല രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ഫ്ലവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന് രാവിലത്തേക്കുള്ളതാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ഇത് ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്ലവറിനനുസരിച്ച് നമ്മുടെ ഇതിനനുസരിച്ചൊക്കെ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. കുറച്ചും കൂടെ കൂടുതൽ ഫ്ലവർ ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പിടിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു റിബണൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ബോ വേണമെന്ന് പറയുകയാണെങ്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കെ ഉണ്ടാക്കാനായിട്ട്. സോ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് റിപ്ലൈ തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.